ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് കിടക്കുന്ന വിശാലമായ വരണ്ട ഭൂമേഖലയാണ് ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്ന് അറിയപ്പെടുന്ന താർ മരുഭൂമി. ഇതിന്റെ ഭൂരിഭാഗവും ഇന്ത്യയിലെ സംസ്ഥാനമായ രാജസ്ഥാനിലാണ്. ഇതിനു പുറമെ പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളുടെ തെക്കു ഭാഗത്തേക്കും ഗുജറാത്തിന്റെ വടക്കു ഭാഗത്തേക്കും പാകിസ്ഥാനിലെ കിഴക്കൻ സിന്ധു പ്രവിശ്യയിലേക്കുമൊക്കെ ഇത് പിന്നെ കുറച്ച് തെക്കു കിഴക്കൻ പഞ്ചാബ് പ്രവിശ്യയിലേക്കും വ്യാപിച്ചു കിടക്കുന്നുണ്ട്. കള്ളിമുൾ ചെടികളും പ്രധാനമായി വളരുന്ന ഒട്ടകവും കൃഷ്ണമൃഗവും ചിങ്കാരപ്പുള്ളിമാനും ഒക്കെയുള്ള ഇതൊരു യഥാർത്ഥത്തിൽ ഒരു മരുഭൂമിയാണ്. ആ മരുഭൂമിക്ക് അതിൻ്റെതായ ആവാസ വ്യവസ്ഥയുണ്ട്. എന്നാൽ താർ മരുഭൂമിയിൽ നമ്മളൊന്നും അത്ര ചർച്ച ചെയ്യാത്തൊരു മാറ്റം നടക്കുന്നുണ്ട് കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി. താർ മരുഭൂമിയിൽ സമീപകാലത്തായി പച്ചപ്പ് വർദ്ധിക്കുന്നതായി പുതിയ പഠനങ്ങൾ റിപ്പോർട്ട് നൽകുന്നുണ്ട്. IIT ഗാന്ധിനഗർ അടക്കമുള്ള ഗവേഷകർ കണ്ടെത്തിയ പഠനമനുസരിച്ച് കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ താർ മരുഭൂമിയിലെ സസ്യജാലങ്ങളിൽ 38% വർധനവുണ്ടായിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള നിരവധി മരുഭൂമികൾ വഷളാകുന്ന വരൾച്ച അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും താർ മരുഭൂമി നഗര കാർഷിക വളർച്ചയുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായി പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 16 ദശലക്ഷത്തിലധികം നിവാസികളുള്ള ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള മരുഭൂമിയായി ഇത് മാറുകയാണ്. വരണ്ടതും അർദ്ധ വരണ്ടതുമൊക്കെയായ പ്രദേശങ്ങൾ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള വരണ്ട പ്രദേശങ്ങളിലെ ജീവന് കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ഭീഷണിയാണെങ്കിലും താർ മരുഭൂമി പ്രതീക്ഷകളെ മറികടക്കുന്നു എന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗാന്ധിനഗർ എന്നുള്ള ഗവേഷകർ പറയുന്നുണ്ട്. 2001-2023 ഇടയിൽ ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്തപ്പോൾ ഗവേഷകർ സസ്യജാലങ്ങളുടെ വളർച്ചയിലും നഗരവൽക്കരണത്തിലും ശ്രദ്ധേയമായ വർധനവ് കണ്ടെത്തിയതായി പറയുന്നു. ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള മരുഭൂമികളൊന്നായ താറിൽ 1985-2020 കാലയളവിൽ നഗരപ്രദേശത്തിൽ 50 മുതൽ 800% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറേബ്യൻ മരുഭൂമി ഉൾപ്പെടെ ലോകത്തിലെ 14 പ്രധാന മരുഭൂമികളിൽ ഏറ്റവും ഉയർന്ന നിരക്കുള്ളത് താറിലാണെന്ന് പഠനം പറയുന്നു. പല വരണ്ട പ്രദേശങ്ങളും വഷളാകുന്ന വരൾച്ചയെ അഭിമുഖീകരിക്കുമ്പോൾ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി താർ കാർഷിക നഗര വളർച്ചയുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്നാണ് സെൽ റിപ്പോർട്ട്സ് സസ്റ്റൈനബിലിറ്റി ജേർണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നത്. എന്നാൽ ഇതിന്റെ കാരണം എന്താണ്? ആഗോളതാപനം എന്നത് താപനിലയിലെ വർധനവ് മാത്രമല്ല, അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷനെ ബാധിക്കും. ചൂടുള്ള വായു കൂടുതൽ ഈർപ്പം നിലനിർത്തും. വരണ്ട പ്രദേശങ്ങളിൽ പോലും കൂടുതൽ തീവ്രമായ മഴയുണ്ടാകുന്നതിന് കാരണമാകും. ഉയർന്ന മഴ ലഭിക്കുന്ന വർഷങ്ങളിൽ സഹാറയുടെയും സഹേലിന്റെയും ചില ഭാഗങ്ങൾ കൂടുതൽ പച്ചപ്പുള്ളതായി ഉപഗ്രഹ ഡാറ്റ കാണിക്കുന്നുണ്ട്. സമാനമായി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി 2001-2023 ഇടയിലായി താർ മരുഭൂമിയിലെ വാർഷിക മഴയിൽ ഏകദേശം 64% വർധനമുണ്ടായിട്ടുണ്ട്. മറ്റൊന്നാണ് ഏറ്റവും അധികമായി ഇത്തരം പ്രദേശങ്ങളിലേക്ക് മനുഷ്യനിർമ്മിതമായ ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത്. കനാലുകൾ വഴിയുള്ള ജലസേചനവും വൈദ്യുതിയുടെ ലഭ്യത വർദ്ധിച്ചതോടെ ഭൂഗർഭജലം വ്യാപകമായി കൃഷിക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയതുമൊക്കെ പച്ചപ്പ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി. ഭൂഗർഭജലമോ നദി വഴിതിരിച്ചുവിടലോ ഉപയോഗിച്ചുള്ള ജലസേചനവും കൃഷിയും ഈ ശ്രമങ്ങൾ മരുഭൂമിയെ പ്രാദേശികമായി പച്ചപ്പിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ഉയർന്ന ചെലവിൽ അവിടെ ജലം എത്തിക്കേണ്ടതുണ്ട്. അതൊരു മരുഭൂമിയാണല്ലോ. ഭൂമിയിലെ മറ്റുള്ള പ്രധാനപ്പെട്ട മരുപ്രദേശങ്ങളൊന്നും കാണാത്ത സ്ഥിതിവിശേഷമാണെന്നും ഗവേഷകർ പറയുന്നു. 2000 മുതൽ 2023-2024 വരെയുള്ള കാലയളവിലെ പരിതസ്ഥിതികളാണ് ശാസ്ത്രജ്ഞർ ഗവേഷണം നടത്തിയത്. കൂടുതൽ മഴ പെയ്തതും ഭൂഗർഭജലം ശേഖരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ് താറിന്റെ നിലയിൽ മാറ്റം വരുത്തിയത്. ലോകത്തെ മരുപ്രദേശങ്ങളിൽ 6%വും 1982 മുതൽ 2015 കാലയളവിൽ കൂടുതൽ മരുഭൂമിവൽക്കരണത്തിന് വിധേയമായെന്ന് പഠനം പറയുമ്പോഴാണ് താറിൽ ഈ മാറ്റങ്ങൾ. ഉയരുന്ന താപനില, ഉയർന്ന ബാഷ്പീകരണ തോത്, മണ്ണിന്റെ വരൾച്ച എന്നിവയാണ് ഇതിന് വഴിവെക്കുന്നത്. ഹിമാലയത്തിൽ നിന്നും വരുന്ന ബിയാസ്, സത്ലജ് നദികളിലെ വെള്ളം ഇന്ദിരാഗാന്ധി കനാൽ വഴി താറിലേക്ക് കൊണ്ടുവരുന്നതാണ് മരുഭൂമിവൽക്കരണം കുറച്ച് പ്രധാന കാരണങ്ങളിലൊന്ന്. താർ മേഖലകളിലെ കാർഷിക പദ്ധതികളിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ ഇതിന് സാധിച്ചു. കാർഷിക വിസ്തൃതി 74%വും ജലസേചന പ്രദേശം 24% വർദ്ധിച്ചിട്ടുണ്ട്. കാർഷിക വികസനത്തെ വർദ്ധിപ്പിച്ചു. ജനസംഖ്യാ വർധനത്തിന് കാരണമായി പച്ചപ്പ് വർദ്ധിപ്പിച്ചു. കാലാവസ്ഥാ വ്യതിയാനമൊപ്പം മാനുഷിക ഇടപെടലും കൂടിച്ചേർന്നതോടെ ധാർ മരുഭൂമിയിൽ പച്ചപ്പ് വർദ്ധിച്ചു. അതായത് കാട് വളരാൻ തുടങ്ങി. ഇവിടെ മഴക്കാലത്ത് ജനങ്ങൾ ഖാരിഫ് വിളകൾക്കായി മഴയെ ആശ്രയിക്കുമ്പോൾ വേനൽക്കാലത്ത് റാബി വിളകൾക്കായി ഭൂഗർഭജലത്തെ ആശ്രയിക്കും. എന്തായാലും നാസയുടെ ഉപഗ്രഹ ഡാറ്റ, ചിപ്സ് പോലെയുള്ളവ ഉപയോഗിച്ചുള്ള സമീപകാല പഠനങ്ങൾ അപ്രതീക്ഷിതമായ സസ്യവളർച്ച, പ്രത്യേകിച്ച് സമീപ വർഷങ്ങളിൽ പ്രതിവർഷം 38% വരെ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. വർദ്ധിച്ച മൺസൂൺ മഴയും ഭൂഗർഭജല പമ്പിങ്ങും കനാൽ സംവിധാനങ്ങൾ തുടങ്ങിയ മനുഷ്യശ്രമങ്ങളും ഇതിന് കാരണമായി. ധാറിന്റെ ഹരിതവൽക്കരണം, കാലാവസ്ഥാ വ്യതിയാനം, വർദ്ധിച്ച മഴ, മനുഷ്യന്റെ ഭൂപരിപാലനം എന്നിവ കാരണമാണെങ്കിലും ഒരുപാട് അപകടങ്ങളും പതിയിരിക്കുന്നുണ്ട് ഇതിൽ. 1.6 കോടി ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഭൂഗർഭജലത്തിന്റെ വലിയ തോതിലുള്ള ഉപയോഗം വർദ്ധിക്കുന്നുണ്ട്. ഭാവിയിൽ ഇത് വലിയ ജലദൗർലഭ്യത്തിന് കാരണമാകും. ഭൂഗർഭജലം ഉയരുന്നത് മണ്ണിന്റെ ലവണാംശത്തിന് കാരണമാകും.
ലവണാംശം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഇത് കാലക്രമേണ ഭൂമിയെ ഫലഭൂയിഷ്ടമല്ലാതെയാക്കും. ശ്രീ ഗംഗാനഗർ, ഹനുമാൻഗഡ് ജില്ലകളിലെ ചില ഭാഗങ്ങളിൽ ഇതിനകം തന്നെ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, തദ്ദേശീയമായി മരുഭൂമിയുടെ ആവാസ വ്യവസ്ഥയുടെ തകർച്ച നടക്കുന്നുണ്ട്. ധാരാളം ഉരകങ്ങൾ, പ്രാണികൾ, പക്ഷികൾ എന്നിവയ്ക്ക് ആവശ്യമായ ഒരു പ്രകൃതിദത്ത മണൽക്കൂനകളൊക്കെ നശിപ്പിക്കപ്പെട്ടു. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്, മരുഭൂമിയിലെ കുറുക്കന്മാർ, സ്പൈ ടെയിൽഡ് ലിസാർഡ് തുടങ്ങിയ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ ആവാസ വ്യവസ്ഥയിൽ വലിയ കുറവ് സംഭവിച്ചു. മാത്രമല്ല, കുറഞ്ഞ ജലത്തിൽ പൊരുത്തപ്പെടുന്ന തദ്ദേശീയ മരുഭൂമി പുല്ലുകൾ, വിളകൾ, അധിനിവേശ സസ്യങ്ങളൊക്കെ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കപ്പെട്ടു. റോസോപ്പിസ് ജൂലിഫ്ലോറ പോലെയുള്ള മറ്റുള്ള പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങൾ വലിയ തോതിൽ ഇവിടെ പടരുന്നുണ്ട്. കനാൽ ജലവിതരണം കുറയുകയോ മൺസൂൺ പരാജയപ്പെടുകയോ ചെയ്താൽ ഈ പച്ചപ്പൊക്കെ അസ്ഥിരമാകുകയും ചെയ്യും. റൈക്കുകളും മാൽധാരികളും പോലുള്ള പരമ്പരാഗത നാടോടി സമൂഹങ്ങൾ സീസണൽ മേച്ചിൽ രീതികളെയാണ് ആശ്രയിക്കുന്നത്. നിയന്ത്രിതമായ മേച്ചിൽപാതകളും തനത് കന്നുകാലി ഇനങ്ങളുടെ എണ്ണം കുറഞ്ഞതുമൊക്കെ വലിയ പ്രത്യാഘാതങ്ങളാണ്. എന്തായാലും നമ്മളൊന്നും അധികം സംസാരിക്കാത്ത ചില മാറ്റങ്ങൾ ഥാറിൽ നടക്കുന്നുണ്ട്. മനുഷ്യൻ ധാരാളമായി ഉണ്ടാകുമ്പോൾ അവർക്ക് അനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കേണ്ടേ എന്നൊരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. പക്ഷേ അത് അവർക്ക് തന്നെ ഭാവിയിൽ വിനയാകുമെന്നും അറിയേണ്ടതുണ്ട്. എന്തായാലും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മരുഭൂമികളൊന്നായ ഥാറിൽ മരുവൽക്കരണം മാറി അതോടെ ഹരിതവൽക്കരണം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.